ഹലോ കൂട്ടുകാരെ, നോവ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബൽ വെർഷനിൽ ഓൾറെഡി 3.7 അപ്ഡേറ്റ് റോൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3.7 അപ്ഡേറ്റ് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 3 അച്ചീവ്മെൻറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്തതിനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് വാൻഗാർഡ് എക്സ്പ്ലോറർ എന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം ഗൈസ്. ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ നിംബസ് ഐലൻഡിലേക്ക് ചാടുക. ഒന്നുകിൽ നിങ്ങൾ താഴത്തെ ഐലൻഡിൽ ചാടുക, ഇല്ലെങ്കിൽ മേളത്തെ ഐലൻഡിൽ ചാടുക. നിങ്ങൾ ഈ ഒരു നിംബസ് ഐലൻഡിലേക്ക് എൻ്റർ ആയതിനു ശേഷം ജസ്റ്റ് ഇവിടെ കാണുന്ന എക്സിറ്റ് പോർട്ടൽ വഴി ജസ്റ്റ് ഒന്ന് ഈ നിംബസ് ഐലൻഡിൽ നിന്ന് എക്സിറ്റ് ആവുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിനി ഇവൻറ്റിലേക്ക് എൻ്റർ ആവുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മുടെ മിനി ഇവൻറ്റിനകത്ത് നിങ്ങളൊന്ന് എൻ്റർ ആയാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആവുന്നതാണ്. അവിടുത്തെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാഗർ യൂസ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു എബിലിറ്റി യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടൈം ഒന്ന് തീരുന്നത് വരെ ഇതേപോലെ വെയിറ്റ് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്റ്റെപ്പ് 3യും കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്ത നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യാമലിനെ റൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒട്ടകത്തിനെ ഇതുപോലെ ഒന്ന് റൈഡ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാലാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിൽ 4 ഓൾഡ് റാങ്കിൻ്റെ റെഫറൻസ് വെച്ചിട്ടുള്ള സ്ഥലങ്ങളുള്ളത് അറിയാം. അപ്പം ഈ 4 റെഫറൻസ് വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ആവുക എന്നുള്ളതാണ്. ഓർക്കുക, നിങ്ങൾ ഈ പറഞ്ഞ 5 സ്റ്റെപ്പുകളും ഒറ്റ മാച്ചിൽ തന്നെ നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. നിങ്ങൾ ഈ ഒരു 5 സ്റ്റെപ്പും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാൻഗാർഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ് ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 30 അച്ചീവ്മെൻറ്റ് പോയിൻറ്റ് അതേപോലെ 2 ക്ലാസിക് റേറ്റിൻ്റെ കൂപ്പണും കിട്ടുന്നതാണ്. കൂട്ടുകാരെ, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ കുറ്റവും കുറവും കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ സാൻഡ്സ് ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ്. അച്ചീവ്മെൻറ്റിൻ്റെ പേര് പോലെ തന്നെ ഇത്തിരി ഹാർഡായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ് ഇത് അത്ര ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം ഒന്നും മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് തന്നെ ചെയ്യുക. ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നിംബസ് ഐലൻഡിൽ ഇതുപോലെ ഒരു ക്രേറ്റ് കാണുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഒന്ന് ഓപ്പൺ കൊടുക്കുമ്പോൾ ഒരു 9 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഈ ഒരു 9 ടാസ്കും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് മാപ്പിൽ ഇതുപോലെ ഒരു 3 ബൗള് 3 കോർണറിലായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ബൗളും കളക്ട് ചെയ്യുക. ഇവിടെയാണ് ഗൈസ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ബൗളുകൾ കളക്ട് ചെയ്യുന്ന ടൈമിൽ ഉറപ്പായിട്ടും നിംബസ് ഐലൻഡിൽ എനിമീസ് ഒരുപാട് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഫൈറ്റിനിടെ തന്നെ കളക്ട് ചെയ്യുക. കാരണം ഈ ഒരു നിംബസ് ഐലൻഡ് ടൈം എന്ന് പറയുന്ന പരിമിതി ഉള്ളതാണ്. 10 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു നിംബസ് ഐലൻഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു നിംബസ് ഐലൻഡ് ഫാളോ ഔട്ട് ആവുന്നതാണ്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ആദ്യത്തെ 3 കപ്പും ഇതുപോലെ ഓരോ കോർണറിൽ പോയിട്ട് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് ആ ഒരു ക്രേറ്റിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വരിക. ഈ ഒരു ക്രേറ്റിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ടോക്കൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ദേവത പ്രത്യക്ഷപ്പെട്ട് വരുന്നതാണ്. ഈ ഒരു പ്രിൻസസ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ മെമ്മറീസ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെമ്മറീസ് പുള്ളിക്കാരത്തെ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു അച്ചീവ്മെൻറ്റിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത് പ്രിൻസസിൻ്റെ മെമ്മറീസ് റിക്കവർ ചെയ്തിട്ട് അതുപോലെ പ്രിൻസസിൻ്റെ കാണാതെ പോയ മോതിരം കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ള ടാസ്ക്കാണ്. പ്രിൻസസുമായിട്ട് ടോക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ എക്സിറ്റ് പോർട്ടലിൻ്റെ അടുത്ത് ഒന്ന് എക്സിറ്റ് ആവുക. അതിനുശേഷം നിങ്ങൾ ഇനി പോവേണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനി ഇവൻറ്റിലാണ്. നമ്മുടെ അടുത്ത കാര്യങ്ങളെല്ലാം മിനി ഇവൻറ്റിലാണ് നടക്കുന്നത്. നമ്മുടെ മിനി ഇവൻറ്റിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ്ങിലും ഇതുപോലത്തെ ഒരു വോൾട്ട് സെൻറ്ററിൽ വരുന്ന ഒരു ഡോർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വോൾട്ട് നിങ്ങൾ എല്ലാ ഡോറിലും പോയി ഓപ്പൺ ചെയ്യുക. കാരണം ഈ ഒരു വോൾട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വോൾട്ടിനുള്ളിൽ നിന്നും ഒരു കീ കിട്ടുന്നതാണ്. ശരിക്കും ഈ ഒരു കീ ആണ് നമുക്കിനി അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കീ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ തിരഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഡോറിൻ്റെ വാൾട്ടിൽ നിന്ന് നമുക്ക് വേണ്ട കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ശരിക്കും നമ്മുടെ വോൾട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കീ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വോൾട്ട് കീ ആണ് ഇനി നമുക്ക് അടുത്ത ഈ ഒരു റിങ് കളക്ട് ചെയ്യാനുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നത്. ഈ ഒരു കീ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും ഈ ഒരു കീ വെച്ച് ഓപ്പൺ ചെയ്യേണ്ട ഒരു ഡോറ് ഈ ഒരു ബിൽഡിങ്ങിലായിട്ടുണ്ട്. അപ്പം ആ ഒരു ബിൽഡിങ്ങിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ നേരെ പോയിട്ട് ഈ ഒരു ചാവി ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു ഡോറും തുറക്കുക. ഇനി ഈ ഒരു റൂമിലേക്ക് നിങ്ങൾ എൻ്റർ ആയതിനു ശേഷം ഈ കാണുന്നൊരു കോർണറിലേക്ക് വരിക. എന്നിട്ട് ഈ ഒരു വെളിച്ചത്തിൻ്റെ അടുത്ത് വന്നിട്ട് പിക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു റിങ് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ പ്രിൻസസ് പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്ക് ചെയ്യേണ്ട അടുത്ത ടാസ്കിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഇവിടെ നിന്ന് റിങ് കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ഈ ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോവുക. അവിടെ പോയതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു ഡോർ ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡോറ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഡോറ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു റൂമിനകത്ത് നിങ്ങൾ എൻ്റർ ആയി കഴിയുമ്പോൾ നമ്മുടെ ടൈം സാൻഡിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെയും ഇതുപോലൊരു മഞ്ഞ വട്ടമുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രിൻസസ് ഷോ ആയിട്ട് ഈ ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് നമുക്ക് ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അതിനുശേഷം വീണ്ടും മാഞ്ഞു പോകുന്നതാണ്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മുടെ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു മല, ആ ഒരു മലയുടെ മേലെ നിങ്ങൾ പോകണം. കാരണം ഇനി അടുത്ത ഒരു ടൂർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടാണ്. കാരണം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എറാങ്കൽ മാപ്പ് ഫുള്ളായിട്ട് ഒരു വേൾഡ് ടൂർ അടിക്കണം. കാരണം അത്രയ്ക്ക് വലുതായിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റാണ്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിനടുത്തുള്ള ഈ ഒരു മലയുടെ മേലെ നിങ്ങൾ എത്തുക. ശേഷം നിങ്ങൾ ഇനി ഇതിൻ്റെ ടോപ്പിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു സർക്കിളിനകത്ത് എൻ്റർ ആയിട്ട് ജസ്റ്റ് ഒന്ന് പിക്കെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും നമ്മുടെ പ്രിൻസസ് വരുന്നതാണ്. പക്ഷേ ഇത്തവണ പ്രിൻസസ് ചുമ്മാ വരുന്നതിന് പകരം നമുക്ക് കുറച്ച് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഓടി വന്നുകൊണ്ടായിരിക്കാം ഒരു പാരിതോഷികം പോലെ നമുക്ക് ഇതേപോലെ ഫയർ വർക്ക്സ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങൾ ഈ പറയുന്ന ടാസ്കുകൾ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അടുത്ത മാച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലത്തെ ഒരുപാട് മിഷൻസ് ഇതേപോലെ തന്നേക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് എറാഗിൻ്റെ റെഫറൻസ് തന്നേക്കുന്നിടത്തുനിന്ന് ഒരു ബ്ലൂ ഡാഗറിൻ്റെ സിമ്പിൾ കാണിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അവിടെ പോയി ആ ഒരു ബ്ലൂ ഡാഗർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മാപ്പിൽ ബ്ലൂ ഡാഗർ അപ്പിയർ ആയ സ്ഥലത്ത് ഇതുപോലെ വന്നതിന് ശേഷം ഈ ഒരു എയർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന നമുക്ക് ഒരു കൽപ്പീഠം കാണാനായിട്ട് പറ്റും. ഇവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ യൂസ് എന്ന് പറയുന്ന ബട്ടൺ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അകത്തുനിന്നൊരു ബ്ലൂ ഡാഗർ ഇതേപോലെ വലിച്ചെടുക്കാവുന്നതാണ്. അതെടുത്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രിൻസസ് അവിടെ പ്രത്യക്ഷപ്പെട്ട് വരുന്നതാണ്. അതിനുശേഷം പുള്ളിക്കാരത്ത് ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ലാസ്റ്റായിട്ടുള്ള മാജിക് വാണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബ്ലൂ ഡാഗർ കിട്ടിയ പോലെ തന്നെ നമ്മുടെ ഓൾഡ് എറാഗനിലെ റെഫറൻസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മാജിക് വാണ്ടും കിട്ടുക എന്ന് പറയുന്നത്. കൂടുതലും നമ്മൾ മിൽട്ടാ പവറിലാണ് ഈ ഒരു മാജിക് വാണ്ട് അപ്പിയർ ആവുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതും കൂടെ പോയി കളക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള മാജിക് വാണ്ട് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരെ മിൽട്ടാ പവറിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പഴയ മിൽട്ടാ പവറിലാണ് ഗൈസ് ലാസ്റ്റ് മാജിക് വാണ്ട് കിട്ടുക എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ബ്ലൂ ഡാഗർ എടുത്ത പോലെ തന്നെ നമ്മുടെ മാജിക് വാണ്ട് എടുക്കാനും ഇവിടെ ഒരു കൽപ്പീഠമുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു മാജിക് വാണ്ടും കളക്ട് ചെയ്യുക. ഇനി വീണ്ടും നമ്മുടെ ദേവത അവസാനമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവസാനമായിട്ടൊന്ന് ചിക്കൻ ഡിന്നർ അടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇനിയൊരു ചിക്കൻ ഡിന്നറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുന്നതാണ്. അവസാനം ഒരുപാട് പോരാട്ടത്തിനിടയിൽ അങ്ങനെ ഒരു ചിക്കൻ ഡിന്നർ അടിച്ചു ഗൈസ്. അതും 10 കിലോടൊക്കെയാണ് ഒരു ചിക്കൻ ഡിന്നർ അടിച്ചത്. ഇത് ഒരുപാട് എഫേർട്ട് ഇട്ട് കിട്ടിയ ഒരു ചിക്കൻ ഡിന്നറാണ്. അത്ര ഈസി അല്ല ഈ ഒരു അച്ചീവ്മെൻറ്റ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിനായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണ്. ഈ വീഡിയോ കാണുന്നവർ അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻസ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫൈനലി നിങ്ങൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 പ്രീമിയം ക്രേറ്റിൻ്റെ കൂപ്പണും അതുപോലെ 40 അച്ചീവ്മെൻറ്റ് പോയിൻറ്റുമാണ് കിട്ടുന്നത്. മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. കൂട്ടുകാരെ, ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ലാസ്റ്റത്തെ അച്ചീവ്മെൻറ്റും കൂടെ ഈ ഒരു വീഡിയോ തന്നെ പറയായിരുന്നു. ഇനി അടുത്തൊരു അച്ചീവ്മെൻറ്റ് നമ്മുടെ പാർട്ട് 2 വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സീ യു സൂൺ.